മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. SDPI ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്ത് SDPIക്ക് വേണ്ടിയിട്ട് പ്രകടനങ്ങളൊക്കെ വിളിച്ചു തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഓരോ ആളുകളെയും നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികള് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു സുപ്രഭാതത്തില് SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ കേരളത്തില് മാധ്യമങ്ങള് വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. ആ സന്ദർഭത്തിലാണ് ED അറസ്റ്റിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് കാര്യങ്ങൾ ED മുന്നോട്ട് വെച്ചത്. പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ രാജ്യത്ത് ജിഹാദ് നടത്താൻ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം പുറത്തുവിട്ടു. അതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പൊടുന്നനെ വലിയ രീതിയിലുള്ള ഒരു റെയ്ഡ് രാജ്യവ്യാപകമായിട്ട് തന്നെ SDPI ഓഫീസുകളിൽ നടന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് മലപ്പുറത്തും തിരുവനന്തപുരത്തുമാണ്. നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ ആ വാർത്തകൾ കണ്ടു. ആ വാർത്തകളിലൊക്കെ തന്നെ വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് SDPI പ്രവർത്തകരൊക്കെ വലിയ ഭയത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ആ ഒരു മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ED റെയ്ഡിനെത്തി ഈ മലപ്പുറത്തും തിരുവനന്തപുരത്തൊക്കെ റെയ്ഡിനെത്തിയ സമയത്ത് ഈ SDPI പ്രവർത്തകര് വലിയ രീതിയിൽ തന്നെ സംഘടിച്ച് ഒരു ഭാഗത്ത് മാറി നിന്നു. അതിനുശേഷം, അതായത് ഈ റെയ്ഡൊക്കെ കഴിഞ്ഞ് ED തിരിച്ച് വാഹനത്തിൽ കയറിയതിന് ശേഷമാണ് ഈ SDPI പ്രവർത്തകര് പിന്നീട് വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനൊക്കെ മുമ്പായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന് നേരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് അടുത്തേക്ക് പോയാലോ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനത്തിന്റെ തുടർച്ചയായിട്ടുള്ള SDPI ഓഫീസുകളിൽ റെയ്ഡ് ചെയ്തിട്ടോ ED പോകുന്നത് വരെ കാത്തിരുന്ന് പോകുന്ന സമയത്താണ് അവര് പ്രതിഷേധമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധത്തിനും ഒരു സാഹചര്യം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു കെണിയായിരുന്നു എന്നുള്ളത് SDPIയിലെ ആളുകൾക്ക് ഈ സമയം വരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്താണെങ്കിലും മലപ്പുറത്താണെങ്കിലും തോക്കുധാരികളായിട്ടുള്ള CRPF ഉദ്യോഗസ്ഥന്മാരാണ് ED ഉദ്യോഗസ്ഥർക്ക് പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. ഈ ED പോകുന്ന സന്ദർഭത്തില് ഇവർ പ്രകടനം വിളിച്ചതിനെതിരെ CRPF ഉദ്യോഗസ്ഥര് അതിനെതിരെ ശക്തമായിട്ടൊന്ന് നിലകൊണ്ടിരുന്നെങ്കിൽ സകലതും ഓടിയുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് CRPF ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതെ ED ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം തന്നെ തിരിച്ചുപോയത് SDPI പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ളൊരു കെണി ഒരുക്കിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ED തിരിച്ചുപോയതോടുകൂടിയിട്ട് CRPF ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയതോടുകൂടിയിട്ട് നമുക്കറിയാം, മലപ്പുറം ഈ SDPI ഓഫീസുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ SDPI നടത്തി. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിലുകളും നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികള് ആഭ്യന്തര മന്ത്രാലയം ചോദിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ വീഡിയോകളൊക്കെ സകലതും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശദമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടനത്തിനും ഈ SDPI പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയ സകല ആളുകൾ എന്നുള്ളതും ഇത്തരം പ്രവർത്തകരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് മറ്റൊരു കാര്യത്തിലാണ്. ഈ റമദാൻ മാസത്തിലും എങ്ങനെയാണ് ഒരുപാട് സ്ത്രീകളൊക്കെ ED ജിഹാദ് ആരോപിച്ചിട്ടുള്ള ജിഹാദ് വിഷയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രോഗ്രാമിന് സ്ത്രീകൾ പോലും പങ്കെടുക്കുന്നത് എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം വലിയ രീതിയിലുള്ള സ്വാധീനം ഈ പറയുന്ന SDPI ഒക്കെ ഇത്തരം സാധാരണക്കാരിലേക്ക് ചെലുത്തുന്നു.
നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഇവരെയൊക്കെ വിടാതെ പിന്തുടരുന്നത് കൊണ്ടാ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്നത്. സകല ആളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. ഈ SCPIയുടെ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നിരീക്ഷിച്ച് അതിന്റെ പണമിടപാടുകള്, ഹവാല പണം വരുന്നത്, അതിന്റെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങള്, ആ നേതാക്കന്മാരുടെ വിദേശ ബന്ധങ്ങള്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ അന്വേഷണ ഏജൻസികള് കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ED മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് നടത്താനുള്ള ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതാണ് ഈ SDPI എന്നുള്ളതൊക്കെ. ഇതൊക്കെ തന്നെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. കാരണം ഈ SDPIയിലൊക്കെ പെടുക എന്നുള്ളത് സാധാരണ മുസ്ലിങ്ങളാ. നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കൊപ്പം ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും പോയി കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ്. SCPIക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളാണ്, അതിന്റെ റിസൾട്ടുകളാണ് വരാനിരിക്കുന്നത് എന്ന് നമുക്കത് കാത്തിരുന്നു മാത്രമേ കാണാൻ സാധിക്കൂ. സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും അവരുടെ മക്കളോട്, രക്ഷിതാക്കളായിട്ടുള്ള ആളുകള് അവരുടെ കുട്ടികളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊള്ളൂ, ഇത്തരം സംഘടനകളില്, ഇത്തരം പാർട്ടികളില് ഒരിക്കലും പ്രവർത്തിക്കാൻ പോവരുത്. അത് നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് മറ്റേത് പാർട്ടികൾ, ഈ രാജ്യത്ത് ഒരുപാട് പാർട്ടികളുണ്ട്, അത്തരം ഏതു പാർട്ടികളിലും നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ രാജ്യവിരുദ്ധമായിട്ട് നടത്തുന്ന ഒരു പാർട്ടികളിലേക്കും പോവരുത് എന്ന് രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ നിരന്തരം കുട്ടികളോട് പറഞ്ഞ് തന്നെ കൊടുത്ത് മുന്നോട്ടു പോവണം. ഒരുപാട് ഇതിൽ പെടാൻ പോകുന്നത് കൂടുതലും സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെയാണ്. കാരണം ഇത് വലിയ രീതിയിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്നാണ് SCPI നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്. എന്ത് പ്രശ്നം? ഇത് പ്രശ്നമാണെന്നും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയും ഈ രാജ്യത്തെ സകല സംവിധാനങ്ങൾക്കെതിരെയും നിരന്തരം ഇവിടെ സംസാരിക്കാനുള്ള സകല സ്വാതന്ത്ര്യവുമുള്ള, പ്രതിഷേധിക്കാൻ സകല സ്വാതന്ത്ര്യവുമുള്ള ഈ രാജ്യത്ത് നിന്നാ വിളിച്ചു വരുന്നത്. ഇവിടെ ഫുള്ള് പ്രശ്നം. ഇവിടെയുള്ള ഓരോ മുസൽമാനും ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇവിടെ ഇതിപ്പോ റമദാൻ മാസമാണല്ലോ, ഇവിടെ നോമ്പ് നോൽക്കാനോ, ഇവിടെ പള്ളിയിൽ പോവാനോ, ഇവിടെ ആരാധനകൾ ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ബുദ്ധിമുട്ടുള്ളത് ഒരൊറ്റ കാര്യത്തിനാ. ഈ രാജ്യത്ത് ആര് ജിഹാദിന് വേണ്ടി രംഗത്തിറങ്ങിയാലും നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരെ വെറുതെ വിടില്ല. SCPIക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രകടനത്തിന് ഇറങ്ങിയിട്ടുള്ള ഓരോ ആളുകളും നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.